നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടം തേടുന്നവർക്ക് ആശ്രയമാകുന്ന ഒന്നാണ് വർക്കല ശിവഗിരി. 92ാമത് ശിവഗിരി തീർത്ഥാടന കാലമാണിത്. ശ്രീനാരായണ ഗുരുദേവ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല. അതിനുശേഷവും നമ്മുടെ നാട്ടിലുണ്ടായേക്കാവുന്ന വലിയ അപകടങ്ങളെക്കുറിച്ചുള്ളവ കൂടിയായിരുന്നു. അതിലേറ്റവും പ്രധാനമായിരുന്നു വർഗീയ ചിന്തകളും മയക്കുമരുന്ന് ഉപയോഗവും. മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിലുള്ള കലഹങ്ങൾ ഒഴിവാക്കണമെങ്കിൽ മനുഷ്യകുലം ഒന്നാണെന്ന ചിന്ത ശക്തമാകണം. ഭിന്നമത വിശ്വാസങ്ങൾ പുലർത്തുമ്പോഴും മതതത്വങ്ങളുടെ ആധാരം ഏകമാണെന്നറിയണം. അവിടെയാണ് മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്ന ഗുരുദേവ വചനത്തിൻ്റെ മഹത്വം. ശ്രീനാരായണ ഗുരു കോട്ടയം നാഗമ്പടം ശിവക്ഷേത്രത്തിൽ വിശ്രമിക്കുമ്പോഴാണ് ഏതാനും ഭക്തർ അദ്ദേഹത്തെ സന്ദർശിച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി തേടിയത്. തീർത്ഥാടനത്തിന് അനുമതി നൽകിക്കൊണ്ട് അദ്ദേഹം തീർത്ഥാടന ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അഷ്ടലക്ഷ്യങ്ങളാണ് ഗുരു നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നിവയായിരുന്നു ഈ മഹത് നിർദ്ദേശങ്ങൾ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ ആഴത്തിൽ അറിവ് നേടിയവർ ശിവഗിരിയിലെത്തി തീർത്ഥാടകരുമായി തങ്ങളുടെ അറിവും ആശയവും വിശദീകരിക്കുകയും അത് കൈവരിക്കുവാനുള്ള മാർഗം പങ്കിടുകയും വേണം. അപ്രകാരം നേടുന്ന അറിവുകൾ തീർത്ഥാടകർ തങ്ങളുടെ നാടുകളിലെത്തി ദേശവാസികൾക്ക് പകർന്നു നൽകണം. ഓരോരുത്തരും ഇങ്ങനെ പ്രവർത്തിച്ചാൽ വ്യക്തികൾക്കും സമൂഹത്തിനും നാടിനും ഒരുപോലെ പുരോഗതിയും സ്വയം പര്യാപ്തതയും കൈവരിക്കുവാനാകും. അങ്ങനെ ഗുരു ഉപദേശിച്ചു. ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമായി മാറുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. തീർത്ഥയാത്ര ആർഭാടവും ആഡംബരവും ഒഴിവാക്കി വിനീതമായിരിക്കണം എന്നും ഗുരു പറഞ്ഞു. തീർത്ഥാടകരുടെ മനസ്സ് പഞ്ചശുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കണം. ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നിവയാണവ. ഗുരുവിൻ്റെ വിശ്വമാനവ ദർശനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ ലോകം ശ്രവിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആലുവയിൽ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടന്ന സമ്മേളനത്തിലാണ് മാർപ്പാപ്പ പങ്കെടുത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി ലോകത്തോട് പങ്കുവച്ചത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടം തേടുന്നവർക്ക് പവിത്രമായ ഗുരുദർശനങ്ങളും അതിൽ നിന്ന് ഉരുവം കൊണ്ട് തീർത്ഥാടനവും ആശ്രയമാകും. ഗുരുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊന്ന് പരിശോധിച്ചാലും അതിൽ പരിവർത്തനത്തിൻ്റെയും സമഭാവനയുടെയും മഹത്വം കണ്ടെത്താനാകും. അറിവാണ് പുരോഗതിയുടെ ആധാരശില. വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും സംഘടനയും കൃഷിയും കച്ചവടവും കൈത്തൊഴിലും സാങ്കേതിക പരിശീലനവും ഏതു കാലത്തും ഏത് നാട്ടിലുമുള്ള ഏതൊരാളുടെയും ജീവിത പുരോഗതിക്ക് അനിവാര്യമാണ്. വിശ്വമാനവികതയുടെ പ്രവാചകനായ ഗുരുവിൻ്റെ വാക്കുകൾ ലോകത്തിന് വെളിച്ചമാണ്. ഗുരു സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തെ പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമാണ് വിവേകികൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ രൂപപ്പെടുന്ന ചിന്തകളിലും ആശയങ്ങളിലും ഗുരുദർശനത്തിൻ്റെ കാലാതീത പ്രസക്തി നിറവാർന്നു നിൽക്കും.